കേസസിൽ ചില ആൾക്കാരിൽ വണ്ണം കുറഞ്ഞാലും ചില ഭാഗങ്ങളിൽ നിന്ന് ഫാറ്റ് പോവാതെ എങ്ങനെ ഇരിക്കും. റെസിസ്റ്റൻറ്റ് ബോഡി ഫാറ്റ് എന്ന് പറയും. ചിലർക്ക് അത് വയറിലായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഹിപ്സിലായിരിക്കും, ചിലപ്പോൾ ബട്ടക്സിലായിരിക്കും, ചിലർക്ക് കയ്യിലായിരിക്കും. എത്ര മെലിഞ്ഞാലും കൈക്ക് വണ്ണം കൂടുതൽ. അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ഇപ്പോൾ വയറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്താണ് കൂടുതൽ ഫാറ്റ് ഉള്ളത്, അതൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഒന്ന് കൂടും. ഇത് നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ ബോഡിയല്ല, പലതും വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ആർട്ടിസ്റ്റ് ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. വെച്ച് കെട്ടാണോ സർജറി ആണോ എന്നറിയില്ല. എന്തായാലും ഇതിന് വളരെ ഒരു ഡിമാൻഡ് ഉള്ള കാരണമാണല്ലോ അവർ ചെയ്തിരുന്നത്. അപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്തായാലും ചെയ്തവർക്ക് ഗുണമുണ്ട്. നമ്മളുടെ ബോഡി സൈസ്, ചില ഭാഗങ്ങളുടെ സൈസ്, ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ആയാലും ബട്ടക്സിൻ്റെ സൈസ് ആയാലും കൂട്ടാനായിട്ട് സർജറി ഉണ്ട്. അവിടെ നിന്നുള്ള മുടി വേരോടുകൂടി എടുത്ത് ഫ്രണ്ടിൽ നമ്മൾ വെക്കുമ്പോൾ കഷണ്ടിയുടെ പ്രക്രിയ അതിനെ ബാധിക്കുന്നില്ല. ഈ പുരുഷസ്ഥലം എന്ന് പറഞ്ഞത് ഈ പ്യൂബർട്ടി സമയത്താണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് താൽക്കാലികമായിട്ടുള്ളൊരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആൺകുട്ടിയിൽ നിന്ന് ആണാവുന്നൊരു പ്രായം, മെയിൽ ഹോർമോൺസ് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. ചിലർക്ക് അതിനൊരു ചെറിയ ഡിലേ വരും. ആ ഡിലേ വരുമ്പോഴാണ് ഈ ചെസ്റ്റിൽ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് കഴിഞ്ഞാൽ സർജറി കൂടാതെയുള്ള ചില ചികിത്സകളുണ്ട്. ഇപ്പോൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ, ഫില്ലർ ഇഞ്ചെക്ഷൻ, ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. സിനിമയിൽ കാണുന്ന ഒരു 40+ ആയിട്ടുള്ളവരെല്ലാവരും അതാണ് പല ദൈവങ്ങളിൽ, ഇപ്പോൾ കൃഷ്ണനും രാമനും ഒക്കെ മറ്റുള്ളവരെക്കാളും കൂടുതൽ കറുപ്പായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ ആ ഒരു പെർഫോമൻസും ചില ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും അനങ്ങുന്നില്ല എന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഞാൻ കേറുന്നില്ല. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡോക്ടർ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹരി ബി മേനോൻ, സീനിയർ കൺസൾട്ടൻറ്റ് കോസ്മെറ്റിക് സർജറി, VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, കൊച്ചിൻ. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ സാധാരണ ഈ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട് സുഖമാണോ എന്ന്. ഇന്ന് ഞാൻ ഡോക്ടറിനോട് ചോദിക്കുകയാണ്, സുഖമാണോ ഡോക്ടർ? വളരെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. താങ്ക്സ് ഫോർ ആസ്കിങ്. ഡോക്ടർ, സാധാരണ നമ്മൾ ഈ കോസ്മെറ്റിക് സർജറി എന്ന് കേൾക്കുന്നത്, നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരും ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സമ്പന്നർക്കുള്ളതാണ് ഈ കോസ്മെറ്റിക് സർജറി. സാധാരണക്കാർക്ക് ഇത് പ്രാപ്യമാണോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? രണ്ട് ചോദ്യമാണ് ഒന്നിച്ച് ചോദിച്ചത്. ഒന്ന്, നമ്മളെ വളരെയധികം സുന്ദരനോ സുന്ദരിയോ ആക്കാനല്ലേ ഈ സർജറി എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു 90-95% ആൾക്കാരും വരുന്നത് അതീവ സുന്ദരനോ അതീവ സുന്ദരിയോ ആകാനല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫോമിറ്റിയോ ഒരു ഭംഗിക്കുറവോ ഉണ്ടെങ്കിൽ അത് മാറ്റി ഒരു നോർമൽ ലുക്ക് വരിക. കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്നും ഒരു തെറ്റ് പറയരുത്, അങ്ങനെ ഒരു ലുക്കാവുക. അതിനു വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്. ഒരു ചെറിയ സെഗ്മെൻ്റ് ഉണ്ട്, നോർമലായിരിക്കും, പക്ഷെ അവർക്ക് കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ലുക്ക് വേണം. ഇപ്പോൾ സെലിബ്രിറ്റീസ് ആവാം, മീഡിയയിലുള്ളവരാവാം, കുറച്ചും കൂടി എൻഹാൻസ്മെൻറ്റ് വേണം, ലുക്ക് വേണം. അങ്ങനെ ഒരു കുറച്ചും കൂടി ഒരു ഗ്ലാമർ എലിമെൻറ്റ് വരുന്ന ആൾക്കാർ ഒരു ചുരുക്കം ശതമാനമുണ്ട്. പക്ഷെ 90% ആൾക്കാരും ഈ കുറവ് നികത്തി നോർമലാവുക, അതിലൂടെ നെഗറ്റീവായിട്ടുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊന്നും കിട്ടാതെ വരിക, നമ്മുടെ ഒരു കോൺഫിഡൻസ് കൂടുക, നമ്മുടെ പെർഫോമൻസ് അതിലൂടെ ഇൻക്രീസ് ചെയ്യുക, നോർമൽ ഫീൽ കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും വരുന്നത്. അപ്പോൾ ഈ നോർമലായിട്ടിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉള്ളതാണല്ലോ. അതിന് പൈസയുടെ ഇത് വരുന്നില്ല അതിനകത്ത്, എല്ലാവർക്കും തോന്നാവുന്ന കാര്യമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോസ്മെറ്റിക് സർജറി എല്ലാ ഓപ്പറേഷനെ പോലെയും ചിലവുണ്ട്. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലല്ല ഇത് അധികം ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന മെറ്റീരിയൽസ്, സാധനങ്ങൾ, കാര്യങ്ങൾ, ഡോക്ടറുടെ എക്സ്പീരിയൻസ് എല്ലാത്തിനും നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ചിലവ് വരും. അപ്പോൾ അത് ചിലവാക്കാൻ കഴിവുള്ളവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം. അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് ബാധിക്കുന്നു എന്നുള്ളതനുസരിച്ച് എല്ലാ തട്ടിൽ നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഒരു റിച്ച് ആയിട്ടുള്ളവർ മാത്രമല്ല, എല്ലാ തട്ടിൽ നിന്നുള്ള ആൾക്കാരും വരും. അത്രയും നമ്മളെ ഒരു എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണെങ്കിൽ തീർച്ചയായിട്ടും വരും. ഇപ്പോൾ കൂടുതലും ഈ സെലിബ്രിറ്റീസ് ആയിരിക്കും ഈ കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. സെലിബ്രിറ്റീസ് മാത്രമല്ല, 90% ആൾക്കാരും നോർമൽ ആൾക്കാരാണ്. അതായത് വിവിധ തരത്തിലുള്ള ജോലികളുള്ളവർ, IT ഫീൽഡിലുള്ളവരാവാം, ഹോം മേക്കേഴ്സ് ആവാം, നഴ്സുമാരാവാം, ഡോക്ടർമാരാവാം, എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരും കോസ്മെറ്റിക് സർജറിക്ക് വരുന്നുണ്ട്. സെലിബ്രിറ്റീസ് ഈ പറഞ്ഞ പോലെ ഒരു 5-10% മാത്രമാണ്. 90% നോർമൽ സാധാരണക്കാരാണ് വരുന്നത്.
നമ്മൾ ഈ ഗ്ലാമർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരിക്കുന്നത് നമ്മളുടെ സ്കിൻ കളറാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പല സെലിബ്രിറ്റീസും ഈ സ്കിൻ വൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, അത് സംബന്ധമായിട്ടുള്ള സർജറി എന്തൊക്കെയോ ചെയ്യുന്നു. അതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണോ? കാരണം നമ്മളുടെ ശരിക്കുള്ള നാച്ചുറൽ കളറിനെ മാറ്റി ഒരു വൈറ്റ് സ്കിന്നാക്കി മാറ്റുക എന്നുള്ളത് അത് ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കുമോ? സ്കിൻ കളറിനെ വെച്ച് ഇന്ന് തുടങ്ങിയതല്ല, സെഞ്ചുറീസ് ആയിട്ട് ഉള്ളതാണ്. ചില കളറിനോടുള്ളൊരു പ്രിഫറൻസ് ഒക്കെ ഉള്ളത്. ഇപ്പം അതിന് ചില ട്രീറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. അതിന് സർജറി ചെയ്താലും ഇല്ല. ചില ഇഞ്ചെക്ഷൻസ്, ചില ഗുളികളൊക്കെ ഉള്ളതായിട്ടുണ്ട്. അതെൻ്റെ മേഖല അല്ല. അത് കൂടുതലും ഡെർമറ്റോളജിക്കാരും കോസ്മെറ്റോളജി സൈഡിലുള്ളവരാണ് ചെയ്യുന്നത്. പിന്നെ ദൂഷ്യഫലങ്ങൾ അധികം ഇല്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. പിന്നെ അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓരോ ആൾക്കാരുടെയും ആവശ്യം പോലെയാണ്. ചിലർക്ക് തൊലി കുറച്ച് വെളുത്താലേ അവരുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. ഇപ്പോൾ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫാറ്റ് കുറയ്ക്കാനുള്ള സർജറീസ് ചെയ്യാറുണ്ടെന്നുള്ളത്. ഈ പൊതുവെ എല്ലാവർക്കും ഇങ്ങനെ സ്കിന്നി ആയിട്ടിരിക്കണം, പ്രത്യേകിച്ച് ഗ്ലാമർ ഫീൽഡിലുള്ളത്. അപ്പോൾ ഈ ഫാറ്റ് കുറയ്ക്കാനുള്ള ഈ ഒരു സർജറി ചെയ്യാന്നുള്ളത് പൊതുവേ നമ്മൾ ഡയറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുന്നതിന് പകരം നമ്മളൊരു പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ ഈ സർജറി ചെയ്യുന്നത്. അത് എങ്ങനെയാണ്? അതൊരു ശരിയായ രീതിയിലുള്ള ഒരു പ്രോസസ്സാണോ? കാരണം ശരിയായ രീതിയിൽ എക്സസൈസ് ചെയ്ത് വണ്ണം കുറയ്ക്കുന്നതിന് പകരം ഈ സർജറി ചെയ്ത് ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ശരിയായ രീതിയിലൊരു പ്രോസസ്സാണോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചോദിച്ച പ്രൊസീജിയറിൻ്റെ പേര് ലൈപ്പോസെക്ഷൻ എന്നാണ്. ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹോൾസ് സ്കിന്നിലിട്ട് അതിലൂടെ ഈ ഫാറ്റ്, സ്കിന്നിനടിയിലുള്ള ഫാറ്റ് സക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് ബോഡി ഷേപ്പ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ. ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വഴി ഫുഡ് കൺട്രോള്, ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സസൈസ്, അതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുഡ് കൺട്രോളാണ്. അതിലൂടെ ക്രമേണ വെയിറ്റ് കുറയും. വെയിറ്റ് കുറയുന്നതിലൂടെയുള്ള നമുക്ക് പല ആരോഗ്യ ബെനിഫിറ്റ്സുകളും അതിലൂടെ നമുക്ക് കിട്ടും. അത് തന്നെയാണ് എപ്പോഴും ഏറ്റവും നല്ലതും നമ്മൾ ഉപദേശിക്കുന്നതും അത് തന്നെയാണ്. പക്ഷെ ചില കേസസിൽ, ചില ആൾക്കാരിൽ വണ്ണം കുറഞ്ഞാലും ചില ഭാഗങ്ങളിൽ നിന്ന് ഫാറ്റ് പോവാതെ എങ്ങനെ ഇരിക്കും. റെസിസ്റ്റൻറ്റ് ബോഡി ഫാറ്റ് എന്ന് പറയും. ചിലർക്ക് അത് വയറിലായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ ഹിപ്സിലായിരിക്കും, ചിലപ്പോൾ ബട്ടക്സിലായിരിക്കും, ചിലർക്ക് കയ്യിലായിരിക്കും. എത്ര മെലിഞ്ഞാലും കൈക്ക് വണ്ണം കൂടുതൽ. അങ്ങനെയുള്ള ഒരു സെഗ്മെൻറ്റ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി അവരെ കൊണ്ട് ചെയ്യാവുന്നത് പലരും ട്രൈ ചെയ്തു. പക്ഷേ ഇത് മാത്രം ഇരിക്കുന്ന കാരണം അവർക്കൊരു വിഷമം ഉണ്ടാവും. ബാക്കിയെല്ലാം ശരിയായി, ഇത് മാത്രം ശരിയായില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ അത് അവർ ചെയ്ത എഫേർട്ടിന് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്നു. അവർക്കൊരു അതിലൂടെ ഹാപ്പിനെസ്സും സാറ്റിസ്ഫാക്ഷനും എല്ലാം കിട്ടുന്നു. അങ്ങനെയാണ് ഏറ്റവും നല്ലത്. അത് കൂടാതെ ഒരു ചുരുക്കം ചില കേസസിൽ പെട്ടെന്നൊരു ഫാസ്റ്റ്, ഈ പറഞ്ഞ പോലെ ഒരു ഷോർട്ട് കട്ടിലൂടെ ചിലർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഫാറ്റ് കുറയ്ക്കാനുണ്ടാവും. എക്സസൈസ് ചെയ്യുമ്പോൾ പതുക്കെ പോവുള്ളൂ. ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച എക്സസൈസ് ചെയ്തു, ഡയറ്റ് ചെയ്തു, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവരുടെ ഒരു കോൺഫിഡൻസ് പോകും. ഇത്രയൊക്കെ ചെയ്തിട്ടൊന്നും കാണുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അത് കുറയാത്തത്? അത് ബോഡിയുടെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. പലരുടെയും ഈ എനർജി ബേണിംഗ്, മെറ്റബോളിസം പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറയും, ചിലർക്ക് സമയം എടുക്കും. അപ്പോൾ വെയിറ്റ് കുറയാൻ സമയം എടുക്കുന്നവർ 2-3 ആഴ്ച പ്രയത്നിച്ചു, വെയിറ്റ് പോകുന്നില്ല. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് പോയി, പിന്നെയും പോയി ഉടനെ കഴിച്ചു തുടങ്ങും, പിന്നെയും വെയിറ്റ് കൂടും. അങ്ങനെ ഒരു സൈക്കിൾ വരും. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ, ഇപ്പോൾ വയറാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്താണ് കൂടുതൽ ഫാറ്റ് ഉള്ളത്, അതൊന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസ് ഒന്ന് കൂടും. പിന്നെ അവർക്ക് നന്നായിട്ട് എക്സസൈസ്, ഡയറ്റ്, ഇങ്ങനത്തെ ഹെൽത്തിയർ ഹാബിറ്റ്സിലേക്ക് തിരിച്ചു വന്ന് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമായിട്ടും ചില അവസരങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ചെയ്യാവുള്ളൂ. ഈ ലൈപ്പോസെക്ഷനൊക്കെ ചെയ്ത് പിന്നെയും തിരിച്ച് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കൊഴുപ്പ് അടിയും. അപ്പോൾ കൂടുതൽ ഫാറ്റ് കൂടില്ല. ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ശേഷിയോ കഴിച്ച ഭക്ഷണത്തിനെ, അമിതമായ ഭക്ഷണത്തിനെ കൊഴുപ്പാക്കാനുള്ള കഴിവിനെയോ ഒന്നും നമ്മളിതിലൂടെ മാറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയുള്ളവരിൽ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിന് നല്ലൊരു ബെനിഫിറ്റാണ്. ആളുടെ ഒരു ബോഡി ഇമേജ് ഒക്കെ മാറ്റി ഒന്നൊരു കോൺഫിഡൻസ് ആക്കി ഒക്കെ ചെയ്യാനായിട്ട് ഒരു നല്ല ബെനിഫിഷ്യലാണ്. ഡോക്ടർ, നമ്മൾ ഈ സ്കിന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പലപ്പോഴും ഈ ക്രീമുകൾ മാർക്കറ്റ് ചെയ്യുന്ന തന്നെ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കറുത്തിരിക്കുന്ന സ്കിൻ ഈ ക്രീം ഇട്ട് കഴിയുമ്പോൾ വെളുത്ത് വരുന്നു 2 വീക്സ് കഴിയുമ്പോൾ. അപ്പോൾ ഈ വൈറ്റ് സ്കിൻ ആവാനുള്ള ക്രീമുകൾ ഈ മാർക്കറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ക്രീം പലപ്പോഴും ഈ സ്കിൻ ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇത്തരം ക്രീമുകൾ ഡയറക്റ്റ് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചിടുന്നത് സേഫാണോ? അല്ല, സേഫ് അല്ല. കാരണം പല ക്രീംസിനകത്തും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്.
പലതും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ അതിന് ചില കാലപരിധിയുണ്ട്. ലോങ് ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിനെ ഡാമേജ് ചെയ്യാവുന്ന ചില ക്രീംസ് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറെ കണ്ട് അവരുടെ ഉപദേശപ്രകാരം അവരുടെ ഗൈഡൻസിലും ഡോക്ടർ ഉപദേശിച്ച് സ്റ്റാർട്ട് ചെയ്താലും പിന്നെ ഫോളോ അപ്പിന് പോയി കാണിച്ച് അങ്ങനെയൊക്കെ വേണം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. സ്വയം ചികിത്സ നല്ലതല്ല. ഡോക്ടർ, നമ്മൾ ഈ പൊതുവെ ഇനാഗ്രേഷനിൽ ആർട്ടിസ്റ്റുമാരെ കുറിച്ചുള്ളൊരു വലിയൊരു വിമർശനം പബ്ലിക്കിൽ നിന്ന് വരുന്നത് അവർ വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് നാച്ചുറലായിട്ടുള്ള അവരുടെ ബോഡിയല്ല, പലതും വെച്ച് കെട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഇതിപ്പം സർജറിയിലൂടെ ഉള്ള ഇത് മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? അത് ഇത്തരം സർജറികൾ ബോഡിയിൽ ചെയ്യുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ? ഈ ആർട്ടിസ്റ്റ് ഈ പറയുന്ന ആൾക്കാർ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. വെച്ച് കെട്ടാണോ സർജറി ആണോ എന്നറിയില്ല. എന്തായാലും ഇതിന് വളരെ ഒരു ഡിമാൻഡ് ഉള്ള കാരണമാണല്ലോ അവർ ചെയ്തത്. അപ്പോൾ വിമർശിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്തായാലും ചെയ്തവർക്ക് ഗുണമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ നമ്മളുടെ ബോഡി സൈസ്, ചില ഭാഗങ്ങളുടെ സൈസ്, ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ആയാലും ബട്ടക്സിൻ്റെ സൈസ് ആയാലും കൂട്ടാനായിട്ട് സർജറി ഉണ്ട്. സർജറിയിലൂടെ ഒരുപാട് ചെയ്യുന്നതാണ്. ഫാറ്റ് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിലിക്കോൺ ഇംപ്ലാൻസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ ഇതെല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട്, ഒരു 10, 30, 40 കൊല്ലമായിട്ട് ഉള്ള ഇംപ്ലാന്റുകളും അതിൻ്റെ പുതിയ പുതിയ വേർഷൻസും ഒക്കെയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡികളും റിസർച്ചും എല്ലാം ഒരുപാട് നടന്നിട്ടുണ്ട്. അതിലെല്ലാം ഇംപ്ലാൻസ് സേഫാണ്. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ, നല്ല എക്സ്പീരിയൻസ് ഡോക്ടർ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ, പ്രോപ്പർലി സെലക്റ്റഡ് ഇംപ്ലാൻസ് ചെയ്യുവാണെങ്കിൽ സേഫ്റ്റിക്ക് കുഴപ്പമില്ല. ബോഡിക്കും ഇതുകൊണ്ട് വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രൂവൺ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഇല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പല ആർട്ടിസ്റ്റുകളും ഈ മുഖത്ത് ഈ ചുളിവുകൾ മാറ്റാനായിട്ട് ഈ ഗ്ലൂറ്റത്തിൻ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കും ശരീരത്ത്? അല്ല, അത് ചെയ്യുന്നുണ്ട് യാതൊരുവിധ കുഴപ്പമില്ല? അത് നല്ലതായിട്ട് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് അല്ല, ഇതിനുള്ള ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല. സേഫ് ആയിട്ടുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. അപ്പോൾ അതിൽ ഈ ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് കഴിഞ്ഞാൽ സർജറി കൂടാതെയുള്ള ചില ചികിത്സകളുണ്ട്. ഇപ്പോൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ, ഫില്ലർ ഇഞ്ചെക്ഷൻ, അത് ഇത് രണ്ടും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഈ മിക്കവാറും നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു 40+ ആയിട്ടുള്ളവരെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ വളരെ സേഫ്റ്റിയാണ്, അതിന് കുഴപ്പമില്ല. അതിനും ചില സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഗൈഡ് ലൈൻസ് പാലിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ അത് കൂടാതെ ആൻറ്റി ഏജിങ്ങിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്, കെമിക്കൽ പീലിംഗ്, അങ്ങനെ പല ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സ്കിൻ ടൈറ്റനിങ്ങിന് സർജറി കൂടാതെ പുറത്തുനിന്ന് ചെയ്യാവുന്ന ടൈറ്റനിങ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് ടൈറ്റനിങ് ഉണ്ട്. റേഡിയോ ഫ്രീക്വൻസി ടൈറ്റനിങ് അങ്ങനെ ഉണ്ട്. സർജറി കൊണ്ട് ടൈറ്റനിങ് ചെയ്യുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഒരുപാട് ഫേസ് തൂങ്ങി വരുമ്പോൾ സർജറി ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് തിരിച്ച് നമ്മളൊരു യൂത്ത്ഫുൾ അപ്പിയറൻസിനായിട്ട് ഫേസ് ലിഫ്റ്റ്, ഐബ്രോ ലിഫ്റ്റ്, അങ്ങനെ സർജറി കൊണ്ടും ചെയ്യുന്നതുകൊണ്ട് ഇതെല്ലാം നടക്കുന്നതാണ്. സർജറീസാണ്, നല്ല രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ വ്യാപകമായി കേൾക്കുന്ന ഒന്നാണ് ഈ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറയുന്നത്. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നു, കൊറിയക്കാരെ പോലെ സ്കിൻ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നു. ഈ കൊറിയൻ സ്കിൻ കെയർ എങ്ങനെയാണ്? അത് നമ്മളുടെ ഇവിടുത്തെ ഒരു ചുറ്റുപാടിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒന്നാണ് ഈ കൊറിയൻ സ്കിൻ കെയർ? ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രെൻഡിങ് ആയിട്ട് ഓരോ സാധനങ്ങൾ വരും. ഒരേ സാധനം തന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. അപ്പോൾ വേറൊരു പേരിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പാക്കേജിങ് ചെയ്ത് ഇറക്കുക. ഈ കൊറിയൻ സ്കിൻ കെയറിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയില്ല ആക്ച്വലി. പക്ഷേ അത് ഡോക്ടർമാരാണ് ചെയ്യുന്നത്, പ്രോപ്പർലി ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പൊതുവെ ഇങ്ങനത്തെ ഈ പേര് കേട്ടോ അല്ലെങ്കിൽ ചില ട്രെൻഡിൻ്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്താണ് നമ്മുടെ പ്രോബ്ലം, അതിനെന്താണ് നല്ലതെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് ചെയ്യുക. അല്ലാതെ എനിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് വേണോ, അത് പലരും ചെയ്യുന്നുണ്ടല്ലോ, ഞാനിത് പോയി ചെയ്യാൻ അങ്ങനെ നമ്മളിപ്പോൾ ഈ കടയിൽ ഒരു സാധനം പോയി മേടിക്കുന്ന പോലെ അല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ പോയി വിചാരിക്കും അത് എനിക്ക് മേടിക്കണം അടുത്ത കൊല്ലം. അപ്പം അങ്ങനെയല്ല ഇതിനകത്ത് നമ്മൾ സമീപിക്കേണ്ടത്. നമുക്ക് എന്താണ് പ്രോബ്ലം അത് ഡോക്ടറോട് പറയുക, അതിന് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണ് അത് നമ്മൾ ചെയ്യുക. ഈ ട്രെൻഡിൻ്റെ പുറകെ ഓടാതെ നോക്കുക.
നമ്മുടെ ഈ കോൺഫിഡൻസിൻ്റെ വലിയൊരു ഫാക്ടറാണ് നമ്മളുടെ മുടി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ സ്ട്രെസ്സ് കൂടുമ്പോഴാണല്ലോ ഈ മുടി കൊഴിച്ചിലൊക്കെ വരുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ അത് ലൈഫ് ലോങ് ആയിട്ട് അത് തന്നെ ഹെയർ അവിടെ തന്നെ ഇരിക്കുമോ, അതോ നമ്മൾ ഏതെങ്കിലും പ്രത്യേക രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണോ? അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ തലയുടെ ബാക്കിൽ ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, നമ്മൾ ഈ കഷണ്ടി ആണുങ്ങളിൽ വരുന്ന കഷണ്ടിക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കഷണ്ടി ഒരുപാട് ഉള്ളവർക്ക് പോലും ബാക്കിൽ ഒരു സോണിൽ മുടി പോകാത്തൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള മുടി വേരോടുകൂടി എടുത്ത് ഫ്രണ്ടിൽ നമ്മൾ വെക്കുമ്പോൾ കഷണ്ടിയുടെ പ്രക്രിയ അതിനെ ബാധിക്കുന്നില്ല. അതവിടെ ദീർഘകാലം നിലനിൽക്കും. ലൈഫ് ലോങ് നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാ കോശങ്ങൾക്കും കാലക്രമേണ ഡാമേജ്, അതിൻ്റെ ശക്തി കുറയലും ഒക്കെ ഉണ്ടാവും. എല്ലാം ടിഷ്യൂസ് കുറേശ്ശെ വീക്കാവുമല്ലോ. അപ്പോൾ അതുപോലെ ഈ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്ന മുടികൾ ഒരുപാട് കാലം കൊണ്ട് വീക്കാവാം. പെട്ടെന്നൊന്നും നടക്കില്ല. ഇപ്പോൾ നമ്മളൊരു 60-70 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാ ടിഷ്യൂസും വീക്കാവുന്നല്ലോ, അതും വീക്ക്നെസ് വരാം. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾ നിലനിൽക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ നോർമൽ ഹെയർ പോലെ അത് വളർന്നോളും. അത് നമുക്ക് നരയ്ക്കുകയാണെങ്കിൽ ഡൈ ചെയ്യാം, നോർമലായിട്ട് കട്ട് ചെയ്യാം. ഹെയർ വാഷ് ഒക്കെ നോർമലി എല്ലാം സാധാരണ നമ്മൾ മുടിക്ക് എന്ത് ചെയ്യുന്നു അതെല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയറിനും ചെയ്യാം. അതൊന്നൊരു പ്രശ്നം കുഴപ്പമില്ല. പിന്നെ വളരെ അപൂർവം ചില ആൾക്കാരിൽ മാത്രം ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഹെയർ ലോസ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ബാക്കിൽ പോലും മുടി നിൽക്കാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയില്ല, നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അഗ്രസീവ് ഹെയർ ലോസിന് ചാൻസ് ഉള്ള ഒരാളിൽ ചിലപ്പോൾ നമ്മളെടുത്ത് ബാക്കിൽ നിന്ന് എടുത്ത് ഫ്രണ്ടിൽ വെക്കുന്ന മുടി ചിലപ്പോൾ അതും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് തീരെ വീക്കായി പോകാനായിട്ടുള്ളൊരു അപൂർവം ചില ആൾക്കാരിൽ ആ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 90-95% ആൾക്കാരിലും ഇത് നല്ല രീതിയിൽ ഇരുന്നോളൂ. ഡോക്ടർ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഈ ഫാറ്റ് റിഡക്ഷൻ്റെ സർജറി, സാധാരണ നമ്മൾ ഈ കുടവയറ് വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ വയറ് കുറയ്ക്കാനുള്ള സർജറിയൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവാനുള്ള സാഹചര്യങ്ങൾ സാധ്യതയില്ലാതെ വേണോ? ഇല്ല. ഈ ഫാറ്റ് റിഡക്ഷൻ നമ്മൾ പറയുന്ന കോസ്മെറ്റിക് സർജറി, ലൈപ്പോസെക്ഷൻ, ചെറിയ ഹോൾസ് ഇട്ട് അതിൽ കൂടെ ഫാറ്റ് സക്ക് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. തൊലിയുടെ അടിയിലുള്ള ഫാറ്റ് മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡീപ്പായിട്ട് അതിൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻറ്റേർണൽ ഓർഗൻ ലെവലിൽ യാതൊരു രീതിയിലുള്ള ഡാമേജും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് ഭാവിയിൽ പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. പ്രഗ്നൻ്റ് ആവാനോ അത് പ്രഗ്നൻസി കംപ്ലീറ്റ് ആവാനോ ഡെലിവറിക്കോ ഒന്നും യാതൊരു രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. രണ്ടാമത് ഇൻറ്റേർണൽ ഓർഗൻസിനും യാതൊരു മറ്റുള്ള രീതിയിലുള്ള അസുഖങ്ങളോ ഡാമേജസോ ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവുന്നില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ സമ്മർ സമയമാണ്. അപ്പോൾ സമ്മർ സമയത്ത് കൂടുതലായിട്ടും ഈ റേഡിയേഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല നമ്മളെല്ലാവരും സൺസ്ക്രീൻ ഇടണം എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ പോയി നമ്മൾ സാധാരണ സൺസ്ക്രീൻ ഉപയോഗിച്ചിടുന്നുണ്ട്, അല്ലാതെ സ്കിൻ ഡോക്ടറിനെ കണ്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമ്മർ സീസണിൽ പ്രത്യേകിച്ച് നമ്മൾ സ്കിന്നിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? സമ്മർ സീസണിൽ ഒരുപാട് ഈ റേഡിയേഷൻ ആണല്ലോ പറഞ്ഞ പോലെ. അപ്പോൾ കഴിയുന്നത്ര സൺ എക്സ്പോഷർ കുറയ്ക്കാൻ നോക്കുക. പിന്നെ പറ്റുമെങ്കിൽ എന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്യാപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ കവർ ചെയ്താൽ നന്നായിരിക്കും. സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കാം. പിന്നെ സൺസ്ക്രീൻ സാധാരണഗതിയിൽ 3-4 മണിക്കൂർ എഫക്റ്റീവ് ഉണ്ടാവാറുള്ളൂ. അതിൽ കൂടുതൽ സൺ എക്സ്പോഷർ വരുന്ന സ്ഥിതിയിലാണെങ്കിൽ റീ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഉള്ളത് പറഞ്ഞാൽ മെയിൻലി നോക്കാനുള്ളത് ഒരുപാട് വാട്ടർ ലോസ് വരും. നമ്മുടെ സ്കിൻ ക്വാളിറ്റി മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഹെൽത്തിനെ തന്നെ ഒരുപാട് ഇപ്പോഴത്തെ സമ്മറിലൊക്കെ ഒരുപാട് നേരം നമ്മൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ, പ്രൊട്ടക്ഷൻ ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഹൈഡ്രേഷൻ നന്നായിട്ട് വേണം. പിന്നെ പറഞ്ഞ പോലെ വല്ലാണ്ടുള്ള വെയിലത്ത്, ചുട്ടുപൊള്ളിയ വെയിലത്ത് അധികം നേരം പോയി നിൽക്കാതെ നോക്കുക. കുറച്ച് തണലത്തേക്ക് നിൽക്കുക, അത്യാവശ്യത്തിന് മാത്രം വെയിലത്ത് പോവുക, പറ്റുന്ന അത്രയും. പിന്നെ വെയിലത്ത് പോകേണ്ടവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ബോഡി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, കവർ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. ഡോക്ടർ, നമ്മൾ ഈ ശരീരത്തിൽ ഈ കോസ്മെറ്റിക് സർജറി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മളെ മൂക്ക്, ചുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ ഈ ചിന്നിൻ്റെ ഇത് ഫാറ്റ് കുറയ്ക്കാനുള്ള അത്തരം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ജീവിക്കുന്ന രീതിയിൽ നിന്ന് പിന്നെ അതിന് ഈ സർജറിക്ക് ശേഷം നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേക രീതിയിലുള്ള എന്തെങ്കിലും ചിട്ടകളോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കെയറോ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യം വരും? ഇത് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി സന്തോഷം കിട്ടാനാണ്. കുറച്ചും കൂടി സന്തുഷ്ടമായിട്ട് ജീവിക്കുന്ന ലുക്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കും. നമ്മൾ ഹെൽത്ത് വൈസ് അത് നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യണോ? കോസ്മെറ്റിക് സർജറിക്ക് ശേഷം നമ്മൾ കൂടുതൽ ഹെൽത്ത് വൈസ് അങ്ങനെ ഒരുപാട് കൺസേൺ ആവശ്യമില്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു കെയർ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫാറ്റ് റിഡക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ ഫാറ്റ് വരാതിരിക്കാനായിട്ട് നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അതായത് അമിതമായിട്ട് ഫാറ്റ് കഴിക്കാതിരിക്കുക, കഴിക്കുന്ന ഫുഡ് ഒരുപാട് ഹൈ കാലറി ഉള്ള ഫുഡ്, ഇപ്പം മധുരപദാർത്ഥങ്ങൾ, സ്വീറ്റ്സ്, ചീസ് അങ്ങനത്തെ ഒരുപാട് കഴിക്കാതിരിക്കാം.
തീരെ കഴിക്കാണ്ടിരിക്കാൻ ആർക്കും പറ്റില്ല. കഴിക്കുമ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക. അങ്ങനെ ഒരു ജനറലി നമ്മുടെ ആരോഗ്യത്തിന് എന്താണോ നല്ലത് അത് കണ്ടിന്യൂ ചെയ്യുക. അല്ലാണ്ട് ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നും നോക്കാനില്ല. പിന്നെ എല്ലാ സർജറി കഴിയുമ്പോഴും ഒരു 2-3 ആഴ്ചത്തെ ഒരു റെസ്റ്റ് പീരീഡോ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പീരീഡോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ സമയത്ത് ചില കാര്യങ്ങൾ നോക്കാനുണ്ടാവും. അത് ആ സർജറി കഴിയുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പറയും. ഇപ്പോൾ ചില സർജറി, ഫേഷ്യൽ സർജറി ആണെങ്കിൽ ഒരുപാട് വെയിലത്ത് പോകാൻ പാടില്ല, അങ്ങനെയുള്ള, അല്ലെങ്കിൽ ചില സർജറി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ എക്സസൈസ്, ജിമ്മൊന്നും ചെയ്യാൻ പാടില്ല, റെസ്റ്റ് എടുക്കണം, അങ്ങനെയുള്ള ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് 3-4 ആഴ്ചത്തേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നോർമൽ ലൈഫിലേക്ക് പോകാം. ഡോക്ടർ, ഞാൻ നേരത്തെ കളറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയായ ചീഫ് സെക്രട്ടറിക്ക് വരെ ഈ കളർ കൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഈ എൻ്റെ സ്കിൻ വൈറ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഡോക്ടറിനെ സമീപിച്ച പലരും ഉണ്ടായിരിക്കാം. അത്തരം ആൾക്കാർ ഡോക്ടർ നൽകുന്ന ഒരു ഉപദേശം എന്താണ്? ഞാൻ ഈ സ്കിൻ വൈറ്റനിങ് എൻ്റെ മേഖലയിൽ അല്ലാത്ത കാരണം ഞാനത് ഒരുപാട് ഫേസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് കുറച്ചൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയയിൽ കമ്പയർഡ് ടു തമിഴ് മീഡിയ, തെലുഗു മീഡിയ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് ഈ വൈറ്റ് കളറിനെ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കാണിക്കാറില്ല. നമ്മുടെ നടിമാരോ അല്ലെങ്കിൽ ഹീറോയിൻസൊക്കെ ആണെങ്കിലും നോർമൽ സ്കിൻ കളറുള്ളവരും കുറച്ച് ഡാർക്കർ ഷെയ്ഡൊക്കെ ഉള്ളവരെയും ഒക്കെ വളരെയധികം പോപ്പുലറും അവരുടെ എല്ലാം അഭിനയം കഴിവിലാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മലയാളികൾക്ക് അതൊരു നല്ലൊരു ഗുണമാണത്. കാരണം പലപ്പോഴും നമ്മൾ ഈ മീഡിയയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചില സിനിമകളിലൊക്കെ നടിമാർ വെളുത്തവരെ പറ്റുള്ളൂ. തമിഴ് സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഒന്നും വെളുത്തൊരു കുറവായിരിക്കും, പക്ഷെ നടിമാരും ഹീറോയിൻസ് എല്ലാം നല്ല വെള്ളയായിരിക്കും. കേരളത്തിൽ എന്ത് ഭാഗ്യത്തിന് ആ ഒരു ട്രെൻഡ് വന്നിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഈ സ്റ്റോറീസ് നമ്മൾ ഫോളോ ചെയ്യുക, അങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുപഠിക്കുക. പിന്നെ ഈ ഹിസ്റ്ററിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പണ്ട് കാലത്ത് ഈ അങ്ങനെ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നില്ല. ഈ ക്ലിയോപാട്രയൊക്കെ ഡാർക്ക് കളർ ആണെന്നാണ് പറയുന്നത്. അതെ, ഡാർക്ക് കളർ ആയിരുന്നു. പണ്ടത്തെ ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഡാർക്ക് കളർ ഉള്ളവരായിരുന്നു, അതായിരുന്നു ഒരു ഭംഗിയായിട്ട് കണക്കാക്കിയിരുന്നത്. അതാണ് പല ദൈവങ്ങളിൽ ഇപ്പോൾ കൃഷ്ണനും രാമനും ഒക്കെ മറ്റുള്ളവരെക്കാളും കൂടുതൽ കറുപ്പായിട്ടാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. കാർവർണ്ണൻ കൃഷ്ണൻ, അങ്ങനെയാണ് അവരെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു. പിന്നെ ഈ വെള്ളക്കാരുടെ അണ്ടറിൽ നമ്മൾ ജീവിച്ച ആ ഒരു ചിന്താഗതി മാറി. ഇനി എനിക്ക് തോന്നുന്നു പതുക്കെ തിരിച്ച് വരും. ഓക്കെ ഓക്കെ ഡോക്ടർ, ഈ നമ്മൾ ഹെയർ ഉണ്ടല്ലോ, മുടി, അത് ഇപ്പോൾ നമ്മൾ ഈ അതായത് ഈ ലുക്കിന് വേണ്ടി പല ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നുണ്ട്. ഈ സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ്, സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇപ്പോൾ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ഹെയറിന് അനുഗുണമാണ്? ഇതൊരു പർട്ടിക്കുലർ പീരീഡ് നിൽക്കും, വീണ്ടും ഇത് ഡാമേജ് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെഡിക്കൽ പ്രൊസീജിയേഴ്സ് അല്ല, ഇതെല്ലാം ഈ ക്ലിനിക്, ഇത് നമ്മുടെ സലൂണിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ്. എല്ലാത്തിനെ കുറിച്ച് എനിക്ക് ഫുൾ അറിവില്ല. പ്രശ്നം വരുമ്പോൾ ഡോക്ടർമാരെയാണ് സമീപിക്കുന്നത്. പക്ഷെ ഇതിൽ കാണാറുള്ള ചില ഈ സ്ട്രെയിറ്റനിങ്ങിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള സ്ട്രെയിറ്റനിങ് ഉണ്ട്. ചില സ്ട്രെയിറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ക്രീംസ് ചിലപ്പോൾ അത്ര നല്ലതായിരിക്കണമെന്നില്ല, ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും. അതിലൂടെ ചിലപ്പോൾ പെട്ടെന്ന് മുടി പോയവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്യുവാണെങ്കിൽ നല്ല സലൂണിൽ പോവുക, നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ അടുത്ത് മാത്രം ചെയ്യിക്കുക. പ്രോബ്ലം വരുന്നത് പലപ്പോഴും നമ്മൾ കോസ്റ്റ് നോക്കി പോകും. ഏറ്റവും ചീപ്പായിട്ട് അവിടെ 1000 രൂപയ്ക്കാണെങ്കിൽ ഇവിടെ 500 രൂപയ്ക്ക്, 500 രൂപയുടെ സ്ഥലത്ത് ചെയ്യാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്ന നല്ല സാധനങ്ങളല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ ക്വാളിറ്റി കോൺഷ്യസ്, നമ്മുടെ ഇതെല്ലാം പെട്ടെന്ന് കാണുന്ന ഏരിയാസ് ആണല്ലോ. അപ്പോൾ നമ്മൾ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളത് നമ്മളൊരു മെഡിക്കലി നോക്കുമ്പോൾ കാണാറുള്ളതെന്ന് വെച്ചാൽ ചുരുണ്ട മുടിയുള്ളവർക്ക് ആക്ച്വലി മുടികളുടെ എണ്ണം കുറവായിരിക്കും. സാധാരണ നീലൻ കോലൻ മുടിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ചുരുണ്ട മുടിയുള്ളവർക്ക് മുടിയുടെ എണ്ണം കുറവായിരിക്കും. പക്ഷെ ഈ ചുരുളുള്ള കാരണം ആ ഒരു മുടി തന്നെ കൂടുതൽ ഏരിയ കവർ ചെയ്യും. അപ്പൊ അത് കാരണം അവരുടെ തല നല്ല വോളിയമായിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ആ ചുരുണ്ട മുടിയുള്ളവർ പെട്ടെന്ന് അത് പോയി സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ തിരിച്ച് പെട്ടെന്ന് മുടി കുറഞ്ഞ പോലെ തോന്നും, ഭയങ്കരമായിട്ട് ഉള്ളു കുറഞ്ഞ പോലെയുള്ള ഒരു ഫീലിംഗ് വരും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. കാരണം അത്രയും നമ്പർ ഓഫ് മുടികളെ അവർക്ക് ഉള്ളൂ. ചുരുള് കാരണം അത് വോളിയം നിന്ന വോളിയം പെട്ടെന്ന് ചുരുള് പോകുമ്പോൾ വോളിയം കുറയും. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻലി ക്വാളിറ്റി നോക്കുക, നല്ല സലൂണിൽ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡോക്ടർ, ഇനി ഇത് പബ്ലിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. യുവാക്കളിലെ സ്തനവളർച്ച ട്രീറ്റ്മെൻറ്റ് നിർബന്ധമുള്ള ഒന്നാണോ? നിർബന്ധമുള്ള ഒന്നല്ല, പക്ഷെ നമ്മൾ ഒരുപാട് ചെയ്യുന്നൊരു സർജറിയാണ്. ഒരുപാട് ഡിമാൻഡ്, ആൾക്കാർ അതിനുവേണ്ടി വരുന്നുണ്ട്.
അപ്പോൾ യുവാക്കളിൽ സാധാരണഗതിയിൽ ഒരു ടീനേജ് തുടങ്ങുന്ന പ്യൂബർട്ടി പ്രായം എന്ന് പറയുന്നത്, അതായത് ഒരു 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് ആ ഒരു ഏജിൽ ചിലർക്ക് ചെസ്റ്റിലൊരു കട്ടി പോലെ നിപ്പിളിനടിയിൽ വരും. അതിന് ചുറ്റിപ്പറ്റി കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഫാറ്റും ഉണ്ടാവും. അപ്പോൾ മൊത്തം ഒരു ബൾജ് പോലെ, നെഞ്ചിലൊരു ബൾജ് പോലെ വരും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ അത് വരുമ്പോൾ പലർക്കും അതൊരു ഭയങ്കര കോൺഫിഡൻസിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അവർക്ക് ഷർട്ട് ഊരാൻ പറ്റില്ല. ചിലർ ആ പ്രായത്തിലൊക്കെ ഭയങ്കര ഔട്ട്ഡോർ കളിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ബാക്കി കുട്ടികൾ കളിയാക്കും. അങ്ങനെയുള്ള ഭയങ്കര ഇഷ്യൂസ് വരുന്നൊരു സിറ്റുവേഷൻ ആണത്. അപ്പോൾ അതിനുവേണ്ടി അത് ചിലർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്തവരുണ്ടാവാം. പ്രോബ്ലം ഇല്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ട. കാരണം ഇത് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്യും, പോവാതെ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് വേറെ ഡേഞ്ചർ ഒന്നുമില്ല. പക്ഷേ ഒട്ടുമിക്കവാറും ആൾക്കാർക്കും ഇതൊരു കോൺഫിഡൻസ് ഇഷ്യൂ ആണ്. അവർക്ക് ഇതെങ്ങനെയെങ്കിലും മാറ്റിയൊരു നോർമൽ ലൈഫ് വേണം. സാധാരണ പോലെ ടീഷർട്ട് ഇടാൻ പറ്റണം, സ്വിമ്മിംഗ് പൂളിൽ പോകണം, അല്ലെങ്കിൽ വാട്ടർ പാർക്കിൽ പോകണം, സ്പോർട്സിന് പോകണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തോടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു 18 to 25 ഇയേഴ്സിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. 65 വയസ്സ് വരെ ഉള്ളവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് അറിയാതെ, കുട്ടിക്കാലം മുതലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാതെ 65ാമത്തെ വയസ്സിൽ ഇത് കീ ഹോൾ സർജറി, ഇപ്പോൾ നമ്മൾ കീ ഹോൾ സർജറിയാണ് കഴിഞ്ഞ 15 കൊല്ലമായിട്ട്. കീ ഹോൾ സർജറി ഉണ്ടെന്ന് അറിഞ്ഞ് സന്തോഷത്തോടെ വന്ന ആൾക്കാർ വരെ 65 വയസ്സിൽ ചെയ്തവർ വരെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അത് ഒരുപാട് അവരുടെ ഈ വിഷമങ്ങളൊക്കെ വന്ന് പറയാറുണ്ട് ഇതിനെക്കുറിച്ച്. അവർക്ക് ഇത് ബോഡി ഫാറ്റ് കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ബോഡി ഫാറ്റിന്റെ അല്ല, ഇതൊരു ഏറ്റവും കൂടുതൽ വരുന്ന ഈ ഗൈനക്കോമാസ്റ്റികൾ, ഈ പുരുഷസ്ഥലം എന്ന് പറഞ്ഞത് ഈ പ്യൂബർട്ടി സമയത്താണ് ഉണ്ടാകുന്നത്. ആ സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഒരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആൺകുട്ടിയിൽ നിന്ന് ആണാവുന്ന ഒരു പ്രായം, മെയിൽ ഹോർമോൺസ് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണ്. ചിലർക്ക് അതിനൊരു ചെറിയ ഡിലേ വരും. ആ ഡിലേ വരുമ്പോഴാണ് ഈ ചെസ്റ്റിൽ ഈ കുറച്ച് കട്ടിയായിട്ടുള്ള ബ്രസ്റ്റ് ടിഷ്യൂ ഡെവലപ്മെൻറ്റ് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നോർമൽ മെയിൽ ഹോർമോൺസ് എല്ലാം വരുമ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യാതെ അവിടെ നിൽക്കും. പക്ഷെ ഇത് പോവില്ല. ഇതൊരു കട്ടിയായിട്ടുള്ള ടിഷ്യൂ ആയിട്ട്, ഗ്ലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ, ഗ്ലാൻഡ് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ളൊരു ടിഷ്യൂ ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഇത് പിന്നെ കുറച്ച് ഫാറ്റും ഉണ്ടാവും. ഫാറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സൈസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. പക്ഷേ മെയിൻലി ഇത് ആ താൽക്കാലികമായിട്ടുള്ളൊരു ഹോർമോണൽ പ്രശ്നം കാരണം ഡെവലപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത് മിക്കവാറും വരുമ്പോഴേക്കും ആ ഹോർമോണൽ പ്രോബ്ലം കഴിഞ്ഞിട്ടുണ്ടാവും. നോർമൽ മെയിൽ ഹോർമോൺ ലെവൽസും ഫീച്ചേഴ്സും എല്ലാം ഉണ്ടാവും. പക്ഷേ അന്ന് വന്ന സംഭവം പോവാതെ ഇരിക്കുന്നതാണ് ഈ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അപൂർവം ചില കേസസിൽ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടും കണ്ടിന്യൂയിങ് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുള്ളവരും ഉണ്ടാവാം. അതൊക്കെ വളരെ വളരെ റെയറാണ്. ഈ ഒരു തവണ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പിന്നീട് വീണ്ടും അത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാം. രണ്ട് രീതിയിലുണ്ടാവാം. ഒന്ന്, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്ത് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ കുറച്ച് മുടി കുറവുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെ ഡെൻസിറ്റി കൂട്ടാനായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഈ ഉള്ള മുടി, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടികൾ നിലനിർത്താനായിട്ട് നമുക്ക് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല, മരുന്ന് വേണ്ട, അത് അവിടെ നിന്നോളൂ. പക്ഷേ അവിടെ ആദ്യം ഉണ്ടായിരുന്ന മുടികൾ നിലനിർത്താൻ ചില മെഡിസിൻസ് ഉണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് പോകാതെ നിലനിർത്താം. പക്ഷെ പലരും കഴിക്കില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് റിസൾട്ട് കണ്ടു ഹാപ്പി ആയി, പിന്നെ അവർ മരുന്ന് കഴിക്കില്ല. അപ്പോൾ അവിടെ ആദ്യം ഉണ്ടായിരുന്ന മുടികൾ പതുക്കെ പതുക്കെ പോയി തുടങ്ങും. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും മുടി പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ? നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലാത്തടത്താണല്ലോ വെക്കുന്നത്, ആ വെച്ച മുടികൾ പോവില്ല. പക്ഷെ അതിന്റെ ചുറ്റുമുള്ള നോർമൽ ഹെയർസ്, കാരണം ഈ കഷണ്ടിയുടെ ഒരു പ്രവണത ബോഡിയിലുണ്ടല്ലോ, ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് പോകുന്നതല്ല അത്. അത് അവർക്ക് നോർമൽ ടെൻഡൻസി ഉണ്ട് മുടി പൊഴിയാനായിട്ട്. അപ്പോൾ ആ നോർമൽ മുടികൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലാതെ നോർമൽ മുടികൾ പോകുമ്പോൾ അവിടെ പിന്നെ ഡെൻസിറ്റി കുറയുന്നതായിട്ട് വരും. അപ്പോൾ അവർ ഡെൻസിറ്റി കൂട്ടാനായിട്ട് ചിലപ്പോൾ വീണ്ടും വരും. അതുപോലെ തന്നെ ചിലപ്പോൾ ആദ്യം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലായിരിക്കും. ഫ്രണ്ടിൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, കുറേ നാൾ കഴിയുമ്പോൾ ബാക്കിലേയും പോയി. ഫ്രണ്ടിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ബാക്കിലുള്ളതെല്ലാം പോകുമ്പോൾ അത് ചെയ്യാനായിട്ടും അങ്ങനെയും വരാം. അല്ലെ, സാധാരണ രീതിയിൽ ഈ മുടിയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ താരൻ എന്നൊക്കെ പറയുന്നത്, താരൻ, ഈര്. അപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത തലമുടിയിലും ഇത്തരം ഈ താരൻ, ഈര് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത? നോർമൽ, അതിന് സാധാരണ എന്താ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു അതെല്ലാം ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ? സാധാരണ ക്ലിനിക്കുകളിലും ഇത് ചെയ്യാറുണ്ട്. അത് പ്രോപ്പർ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നല്ല ക്ലിനിക്ക് ആണെങ്കിൽ, അവിടെ പ്രോപ്പർ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും, നല്ല ഹൈജീൻ, ഏസെപ്റ്റിക്, നമ്മൾ മെഡിക്കലി ഏസെപ്റ്റിക് പ്രിക്കോഷൻസ് പറയും, അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതെല്ലാം നന്നായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ക്ലിനിക്കിൽ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഹോസ്പിറ്റലാകുമ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ ഇതെല്ലാം നോർമലി നടക്കുന്ന കാര്യങ്ങളാണ്. വലിയ വലിയ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ
ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യങ്ങളെല്ലാം എന്തായാലും നോക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ എസെപ്റ്റിക് പ്രിക്കോഷൻസും ട്രെയിനിങ്ങും എല്ലാം ഉണ്ടാവും. ക്ലിനിക്കിലാകുമ്പോൾ പോകുന്ന ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇത് മനസ്സിലാക്കുക, കണ്ടുപിടിക്കുക, ഇത് ചെയ്യുന്ന ആരാണ്, ട്രെയിൻഡ് ആണോ ഇല്ലയോ, ഹോസ്പിറ്റൽ വൃത്തിയുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും. ഹോസ്പിറ്റലാകുമ്പോൾ ആ ടെൻഷൻ വേണ്ട. അടുത്ത ചോദ്യം എനിക്ക് തോന്നുന്നു കുറച്ചൊരു കൗതുകകരമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. സർജറി വഴി മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. മുഖസൗന്ദര്യം പലരും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, സൗന്ദര്യം എന്ന് പറയുന്നത് പലർക്കും പലരുടെയും പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആയിരിക്കില്ലേ? അതെ അതെ അതെ. പക്ഷെ എന്നാലും ചില നമ്മുടെ കോമൺ ചില കാര്യങ്ങൾ, ഇപ്പൊ നമ്മള് സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചൈനയിലെ സൗന്ദര്യം അല്ല, ഇന്ത്യയിലെ സൗന്ദര്യം, ഇന്ത്യയിലെ സൗന്ദര്യം അല്ല, ആഫ്രിക്കയിലെ സൗന്ദര്യം. അപ്പോൾ സൗന്ദര്യത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് ഒരുപാടുണ്ട്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഒരാളെ നോക്കുമ്പോൾ നമ്മൾ ജനറലി നോക്കുന്ന എല്ലാ ഒരു ഫേസിന് ബാലൻസ് ഉണ്ടോ, പ്രൊപ്പോർഷൻസ് ഒക്കെ ഓക്കെ ആണോ, അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൂടുതൽ അതൊരു നോർമൽസിയിലേക്ക് വന്നു. അതില്ലാതെ വരുമ്പോൾ അതൊരു ഭംഗി കുറവായിട്ട് വരും. നമ്മൾ ഒരാളെ കണ്ടാൽ ഭംഗി പോരല്ലോ എന്ന് പറയുന്ന ഏതെങ്കിലും പ്രൊപ്പോർഷൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിൻ്റെ കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ, ആ നോർമൽസി റിസ്റ്റോർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ബാലൻസ് റിസ്റ്റോർ ചെയ്യുമ്പോൾ നാച്ചുറലി ഭംഗി കൂടുന്നു. അപ്പോൾ അത് ഈ മൂക്കിൻ്റെ ഷേപ്പ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് സർജറി മൂക്കിൻ്റെ ആണ്. അപ്പോൾ മൂക്ക് ചിലരുടെ ഇപ്പോൾ അല്ലാതെ ചപ്പിയ മൂക്കാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കും. കാരണം മൂക്ക് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ചിലരുടെ ഭയങ്കര നീളമുള്ള മൂക്ക്, അങ്ങനെ പല രീതിയിലുള്ള മൂക്കിലുള്ള ഇഷ്യൂസ് വരാം. അപ്പോൾ മൂക്കിൻ്റെ സർജറി ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഫേഷ്യൽ ബ്യൂട്ടിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ ഒരുപാട് ഇപ്പോൾ ചീക്കിൻ്റെ ആയാലും, ചിൻ സർജറി ആയാലും, ലിപ്പിൽ ഫില്ലേഴ്സ്, കണ്ണിനടിയിലുള്ള ഇതിനുള്ള സർജറീസ്, ഇതെല്ലാം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സർജറീസാണ്. അതൊക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. ഈ പ്ലാസ്റ്റിക് ആൻഡ് കോസ്മെറ്റിക് സർജറി കേരളത്തിൽ അമിതമായ ചാർജാണ് ഈടാക്കുന്നത്. കേരളത്തിൽ എന്താണ് പ്രത്യേകിച്ച് പറഞ്ഞത് എനിക്കറിയില്ല. അമിതം എന്താണെന്നും പറയാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് ചാർജസ് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ചാർജ് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ കോസ്മെറ്റിക് സർജറി ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടാവും, വളരെ കുറഞ്ഞ റേറ്റ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ മെഡിക്കൽ കോളേജിൽ ചെയ്യുന്ന പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റില്ല. കാരണം മെഡിക്കൽ കോളേജ് ഓൾറെഡി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ സബ്സിഡൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അവർക്ക് ബിൽഡിങ്ങിൻ്റെ ചിലവില്ല, കറണ്ടിൻ്റെ ചിലവ് വേറെ അടയ്ക്കേണ്ട, ഡോക്ടർമാരുടെ ശമ്പളത്തിനെ കുറിച്ച് ആലോചിക്കേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും ചിലവായ എക്സ്ട്രാ ചിലവ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ പലരും അത് വെച്ച് കമ്പയർ ചെയ്യും. അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല. ഒരു പ്രൈവറ്റ് സെറ്റപ്പിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഓവർ ഹെഡ് കോസ്റ്റും വരും. പിന്നെ കോസ്മെറ്റിക് സർജറിയിൽ പ്രത്യേകിച്ച് ചില ഇംപ്ലാന്റുകൾ ഒക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിന് മെറ്റീരിയൽ കോസ്റ്റ് വരും. പിന്നെ ഏതൊരു സർജറിയിലും ഡോക്ടറുടെ എക്സ്പീരിയൻസും ഡോക്ടറുടെ ഇതെല്ലാം കൂടുന്നതനുസരിച്ച് അവരുടെ ഫീസസ് ഒക്കെ വ്യത്യാസം വരും. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നമ്മളെന്താ പറയുന്ന, ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എല്ലായിടത്തും ഒരേ കോസ്റ്റ് അല്ലല്ലോ. ഇപ്പോൾ ഒരു ബിരിയാണി പലയിടത്തും പല ചിലവിൽ നമുക്ക് കോസ്റ്റിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ക്വാളിറ്റിയിലും ടേസ്റ്റിലും അത് ഡോക്ടറിന് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ, അതായത് ഈ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന്. അപ്പോൾ ഇത്തരം എക്സ്പെൻസീവ് സർജറി ഒന്നും ചെയ്യാൻ പാങ്ങില്ലാത്തവർ, അതായത് സാധാരണക്കാർ, അവർ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. ഈ പയറുപൊടി ഇടുക, തക്കാളി ഇട്ട് ചോരണ്ടുക, തൈരിടുക, പഴം ഇട്ട് മിക്സ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇത് സ്കിന്നിന് ഗുണമാണോ ഈ ഹോം റെമഡീസ് ചെയ്യുന്നത്? ഹോം റെമഡീസ് നല്ലതാണ്. പണ്ട് തൊട്ടേ ഉള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നാരങ്ങ നീര്, ഹണി, അങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്രീം, പാല്, അങ്ങനെയുള്ള പല, ഈ മഞ്ഞൾ ഉപയോഗിക്കല്, അതൊക്കെ ഈവൻ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. മഞ്ഞളൊക്കെ സ്കിന്നിന് നല്ലതാണെന്നുള്ളത്. അപ്പോൾ അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ നടക്കുകയുള്ളൂ. സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാനോ ഒരു സ്കിൻ ക്ലാരിറ്റിക്കൊക്കെ കുറേയൊക്കെ അത് ഹെൽപ്പ് ചെയ്യാം. പക്ഷേ സർജറി വേണ്ട അവസരങ്ങളിൽ അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഒരു മൂക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ചെയ്യണമെങ്കിൽ സർജറി തന്നെ പറ്റുള്ളൂ. നമ്മൾ എന്ത് ഹോം റെമഡി ചെയ്താലും അത് ശരിയാവില്ല. അതുപോലെ പല, ഇപ്പോൾ ഗൈനക്കോമാസ്റ്റിയ നമ്മൾ നേരത്തെ സംസാരിച്ചു. ഗൈനക്കോമാസ്റ്റിയ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് തന്നെ അതിനെ മാറ്റണം. അങ്ങനെയുള്ളിടത്ത് ഹോം റെമഡി ഹെൽപ്പ് ചെയ്യില്ല. ചില സ്ഥലത്ത് ഇപ്പോൾ നമുക്ക്, ഇപ്പോൾ സപ്പോസ് വണ്ണം, നേരത്തെ ചോദിച്ച പോലെ വണ്ണം കുറയ്ക്കാനായിട്ട് ലൈപ്പോസക്ഷൻ ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്, ഫുഡ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണമെങ്കിൽ നല്ലൊരു പരിധി വരെ നമുക്ക് സ്വയം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ചിലത് മാത്രം നമുക്ക് പറ്റില്ല.
അങ്ങനെ നോക്കാം. ഇപ്പോൾ ഇപ്പം മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടൻ, അദ്ദേഹം ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ആ ട്രീറ്റ്മെൻറ്റ് മുന്നേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസും അതിനുശേഷമുള്ള പെർഫോമൻസിലും തമ്മിൽ വലിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം. അപ്പം ഇത്തരം ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫേസിൽ ചില ചുളിവുകൾ പോവുമെങ്കിലും ആ ഒരു പണ്ടത്തെ ആ ഒരു പെർഫോമൻസും ചില ഇമോഷണൽ സീനൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്നും അനങ്ങുന്നില്ല എന്നൊക്കെ ചില ഈ ഒരു വിമർശനങ്ങളൊക്കെ വിവാദത്തിലേക്ക് ഞാൻ കയറുന്നില്ല, ഇത് ആരെ കുറിച്ചാ പറഞ്ഞത് പോലും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ചോദ്യത്തിൽ ബോട്ടോക്സും മസിലും വന്ന കാരണം ഞാൻ പറയാം. ഈ ബോട്ടോക്സ് നമ്മൾ ചെയ്യുന്നത് സ്കിന്നിലെ ചുളിവ് മാറ്റാനാണ്. ചില ചുളിവുകൾ, ഇപ്പൊ കണ്ണിന്റെ സൈഡിലുള്ള ചുളിവ്, നെറ്റിയിലെ ചുളിവൊക്കെ നമ്മൾ അവിടുത്തെ മസിൽസിന്റെ നിരന്തരമായിട്ടുള്ള വർക്കിംഗ് കാരണം വരുന്ന ചുളിവുകളാണ്. അപ്പോൾ ആ മസിൽസിനെ വീക്കൻ ചെയ്യാനായിട്ട് ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ചുളിവുകൾ മാറി കുറച്ച് അത് പ്ലെയിൻ ആയി കിട്ടും, കുറച്ചും കൂടി യൂത്ത്ഫുൾ ലുക്ക് കിട്ടും. അതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില ഏരിയകളുണ്ട്. നെറ്റിയിൽ തന്നെ ചില ഭാഗങ്ങളുണ്ട്, ചിലയിടത്ത് ചെയ്യാൻ പാടില്ല, കണ്ണിന് സൈഡിൽ, അങ്ങനെ. അപ്പോൾ അതൊരു ഭയങ്കര പവർഫുൾ മരുന്നാണ്. നന്നായിട്ട് ട്രെയിനിങ് വേണം, എവിടെയാണ് ചെയ്യാൻ പറ്റുക എന്ന് അറിയണം, അതിനനുസരിച്ച് മാത്രം ചെയ്യാം. ഇത് ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില നമ്മൾ ഉപയോഗിക്കുന്ന മസിലിലേക്ക് ഇത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ചിരിക്കുമ്പോഴേ നമുക്കൊരു മസിൽ വേണം, നമ്മൾ മസിൽസ് ആണെങ്കിലാണ് നമ്മൾ ചിരിക്കുന്നത്. ആ മസിലിലേക്ക് ബോട്ടോക്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല, അത് കോടിപ്പോകും. അപ്പോൾ നന്നായിട്ട് ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യണം, അതിൻ്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ് നോക്കി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ചില അപകടങ്ങളൊക്കെ സംഭവിക്കാം. ഡോക്ടർ, ഒരു ടെലിഫോൺ കോൾ ഉണ്ട്. ഓക്കെ, ഒരു എൻക്വയറിക്കാണ്. ഹലോ ഹലോ ആശ, ഡോക്ടർ ഇവിടെ ഉണ്ട്, സംശയം ചോദിക്കാം. ഞാൻ ഡോക്ടറിന്റെ കൊടുക്കാം. ഹലോ ആശ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു. അതായത് എന്റെ മോള് നല്ല ഫാറ്റ് ആയിട്ടുള്ള ആളാണ്. എത്ര വയസ്സുണ്ട്? മോൾക്ക് 11 വയസ്സ്. ഓക്കെ. അപ്പം ആ ഒരു ഫാറ്റ് ഒന്ന് കുറച്ച് തിന്നാക്കാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യുക നമ്മള്? മെയിനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഈ പ്രായത്തിൽ ഫാറ്റ് ഒരുപാട് കൂടുതലാണെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യിക്കണം. അതായത് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവോ അല്ലെങ്കിൽ മറ്റുള്ള ചില ഹോർമോണൽ ഡിഫറൻസസ് കാരണം പെട്ടെന്ന് വണ്ണം കൂടാം. അപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്തൊന്ന് നോക്കണം. ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല, ആള് കംപ്ലീറ്റ്ലി മെഡിക്കലി നോർമൽ ആണെങ്കിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭക്ഷണ രീതി കറക്റ്റ് ചെയ്യാം. എസ്പെഷ്യലി ഈ പ്രായത്തിൽ കുട്ടികൾക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഹൈ കാലറി ഫുഡുകൾ കഴിക്കും. ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ബർഗർ, പിസ്സ, അങ്ങനെയുള്ള അതിനാണല്ലോ കുട്ടികൾക്ക് ഇപ്പോൾ താല്പര്യം, അതെല്ലാം കഴിക്കാനാണുള്ള ഇൻട്രസ്റ്റ്. പലപ്പോഴും മാതാപിതാക്കളാണെങ്കിൽ അവരുടെ സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കും, മേടിച്ചൊക്കെ കൊടുക്കും. ഇവരിത് കഴിച്ച് അങ്ങനെ വണ്ണം കൂടും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഹാരത്തിലൊരു ക്രമീകരണം വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഈ പ്രായത്തിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, കളികൾ, സൈക്ലിംഗ്, അങ്ങനെയൊക്കെയുള്ള എക്സസൈസിൻ്റെ രീതിയിലല്ല, പക്ഷെ കളിയുടെ ഒരു രീതിയിൽ പുറത്തൊക്കെ ഇറങ്ങി ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ സന്തോഷം മാത്രമേ അവർ നോക്കുള്ളൂ. അവർക്കൊരു ഹെൽത്ത് അവയർനെസ് ആവാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഇത് കൂടുതലും മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. ഏത് തരം ഭക്ഷണം ഏത് സമയത്ത് കൊടുക്കുക. ഇപ്പോൾ പലപ്പോഴും കാണാറുള്ളത് ചില കുട്ടികൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ടിവിയോ അല്ലെങ്കിൽ മൊബൈലോ കണ്ടുകൊണ്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പം എന്തെങ്കിലും കാണാതെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ എന്താണ് കഴിക്കുന്നത്, എത്രത്തോളമാണ് കഴിക്കുന്നത് അറിയില്ല. അവർ ആ പ്രോഗ്രാം തീരുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില നമ്മളുടെ ഈ മോഡിഫിക്കേഷൻസ്, അത് വീട്ടിലുള്ള പെരുമാറ്റത്തിൻ്റെ മോഡിഫിക്കേഷൻസ്, ഫുഡിൻ്റെ മോഡിഫിക്കേഷൻ, അതെല്ലാം നമ്മൾ നന്നായിട്ട് നോക്കണം. അതുപോലെ ഡോക്ടർ, ഞാനേ പൊതുവെ കുറച്ച് ബ്ലാക്ക് സ്കിന്നാണ്. അപ്പം ഈ സ്കിന്ന് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുക? അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഉണ്ടോ? അതിന് ട്രീറ്റ്മെന്റ് എന്തൊക്കെയോ ഉള്ളതായിട്ട് ഞാൻ സർജനാണ്. ആശ ഈ പറഞ്ഞ സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറയുന്നത് കോസ്മെറ്റോളജി അല്ലെങ്കിൽ ഡെർമറ്റോളജി, സ്കിൻ ഡോക്ടർമാരുടെ മേഖലയിലാണ് വരുന്നത്. അപ്പോൾ അവര് ആയിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ അറിവ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരുപാട് വെയിലത്ത് പോകാൻ പറ്റാതിരിക്കാമെങ്കിൽ സൺ എക്സ്പോഷർ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പിന്നെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ സ്കിൻ കളറിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. നമ്മളെങ്ങനെയാണോ അതിൽ കുഴപ്പമില്ല, സ്കിൻ കളറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതൊരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കഴിഞ്ഞോ? ഓക്കെ.
എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ സ്കിൻ വൈറ്റ് ആക്കാനാണ് എല്ലാവർക്കും അതിനോടാണ് ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ളത്. ഡോക്ടർ, ഈ ലാസ്റ്റ് ഈ ചോദ്യം കുറച്ച് രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഇതിന് ഡോക്ടർ എന്ത് ഉത്തരം പറയും എന്നുള്ളതാണ്. കോസ്മെറ്റിക് സർജറി ചെയ്ത് മുഖം മിനുക്കിയാൽ സിനിമയിലേക്ക് എളുപ്പം കടക്കാം എന്നത് ശരിയാണോ? ഇതൊരു കാസ്റ്റിംഗ് ഡയറക്ടറോട് ചോദിക്കേണ്ട ചോദ്യമാണ്. സിനിമയിൽ ലുക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമ്മൾ മലയാളിയാണ്, മലയാള സിനിമയിൽ കയറാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിലും കൂടുതൽ സമയം നിങ്ങൾ അഭിനയത്തിലാണ് ചെലവഴിക്കേണ്ടത്. എങ്ങനെ അഭിനയിക്കുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ കയറാം. തൊലി വെളുപ്പില്ലാത്ത ഒരുപാട് നടന്മാരും നടിമാരും, സുന്ദരന്മാരല്ലാത്ത നടന്മാരും നടിമാരും ഏറ്റവും കൂടുതലുള്ളത് മലയാളത്തിലാണ്. അവരെല്ലാം അവരവരുടെ അഭിനയ കഴിവ് കൊണ്ട് കീഴടക്കിയിട്ടുള്ളതാണ് മലയാള സിനിമ. അപ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനത്തെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോറീസ് കാണാനുണ്ട് മലയാളത്തിൽ. അപ്പോൾ അല്ല, ഡോക്ടറിനോട് അങ്ങനെ ആരെങ്കിലും ഒന്ന് സമീപിച്ചിട്ടുണ്ടോ? എനിക്ക് സിനിമയിൽ കയറണം, അതുകൊണ്ട് മുഖം ഒന്ന് അങ്ങനെ വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ ഇത് തന്നെ അവരോട് പറഞ്ഞിട്ടുള്ളത്. സിനിമ കയറണമെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവ് വേണം, ടാലൻറ്റ് വേണം. ഉള്ള ടാലൻറ്റ് നമ്മൾ വർക്ക് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യണം. ടാലൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ നമ്മളത് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം. എത്ര മലയാളത്തിലുള്ള എത്ര നടന്മാരെന്ന് നോക്കി കഴിഞ്ഞാൽ അവരുടെ ലുക്സിൻ്റെ ഇതിലല്ല കയറിയിരിക്കുന്നത്, അവരുടെ അഭിനയ കഴിവിൻ്റെ ഇതിൽ മാത്രമാണ് അവർ ഇത്രയും മേളിൽ നിൽക്കുന്നത്. അതെ അതെ. ഡോക്ടർ, ഇപ്പോൾ പൊതുവെ ഈ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകളുടെ വയറ് കുറച്ചൊന്ന് ചാടി വരാറുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇത്തരം സർജറികൾ ചെയ്യാറുണ്ടോ? കോസ്മെറ്റിക് സർജറി അതിനുണ്ട്. ടമ്മി ടക്ക് എന്നൊരു സർജറി ഉണ്ട്. ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പ്രസവശേഷം വരുന്ന ചിലർക്ക് വയറ് ഉന്തി തന്നെ നിൽക്കും, ഒതുങ്ങാതെ. അത് ഈ വരുന്നതെന്ന് വെച്ചാൽ മാംസപേശിയുടെ ബലക്കുറവ് കാരണം വരുന്നതാണ്. മസിൽസ് കുറച്ച് മാറി നിൽക്കും, ഡയാസ്റ്റേസിസ് എന്ന് പറയും. ആ മസിൽസ് ഇങ്ങനെ മാറി നിൽക്കുന്ന കാരണം എപ്പോഴും വയറ് ചാടി തന്നെ നിൽക്കും. അതുകൂടാതെ കുറച്ച് ലൂസ് സ്കിന്നും ഉണ്ടാവും, കുറച്ച് അല്പം എക്സസ് ഫാറ്റും ഉണ്ടാവും. അപ്പോൾ ഇത് 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ടമ്മി ടക്ക്. അതിൻ്റെ ഇപ്പോൾ ഡിമാൻഡ് കൂടി വരികയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള വേഷവിധാനത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സാരി ഉടുക്കുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ കൂടുതലും ചുരിദാറായിരിക്കാം, അല്ലെങ്കിൽ വെസ്റ്റേൺ വെയർ ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് വയറ്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് വയറ് ചാടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണും, ആൾക്കാർ ശ്രദ്ധിക്കും. വർക്ക് സ്പേസിലാണെങ്കിൽ, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വീണ്ടും ഗർഭിണിയായോ എന്ന് ചോദിക്കും. ഇത് ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അവർ UK ഇവിടെ ഏതൊരു വെസ്റ്റേൺ സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ട്രെയിനും ട്രാമും മെട്രോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവരെവിടെ കയറി കഴിഞ്ഞാലും അപ്പോൾ ആൾക്കാർ എണീറ്റ് സീറ്റ് കൊടുക്കും. ഇവർ കുട്ടികളൊക്കെ വലുതായി, പക്ഷെ ഇപ്പോഴും വയറിങ്ങനെ നിൽക്കുന്ന കാരണം ഇവർക്കിത് മടുത്തു. നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ ആൾക്കാർ ചോദിക്കും, പിന്നെ പ്രഗ്നൻ്റ് ആയ കൺഗ്രാലേഷൻസ്, എന്നാ ഡ്യൂ ഡേറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർക്ക് മടുത്തു. അവർ എനിക്ക് ഈ ആൾക്കാർ സീറ്റ് തരാനും അത് കൺഗ്രാലേഷൻസും കേട്ട് മടുത്ത് എനിക്ക് നോർമൽ ആവണം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ പലരുടെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ വയറുള്ള കാരണം നല്ല ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടാൻ പറ്റില്ല. ഇത് മറയ്ക്കാനായിട്ട് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് എപ്പോഴും ഇടണം. അപ്പോൾ അതിനുവേണ്ടി ടമ്മി ടക്ക് ചെയ്ത് വയറ് ഈ മസിൽസ് ടൈറ്റാക്കി, ലൂസ് സ്കിന്നൊക്കെ ടൈറ്റാക്കി നമ്മൾ നോർമൽ ആക്കി കഴിഞ്ഞാൽ ദെൻ അവർക്ക് ആ ഒരു നോർമൽ ജീവിതം നയിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി മാറിയിട്ടുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും ഇപ്പോൾ ഉള്ള ചിന്താഗതി മാറി വരുന്നുണ്ട്. നമ്മൾ പ്രസവിച്ചു കുട്ടികളുണ്ട്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എപ്പോഴും ജീവിതകാലം മുഴുവൻ അനുഭവിക്കണോ? ഇത് സർജറിയിലൂടെ നമുക്ക് നോർമൽ ആവാമെങ്കിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? നമുക്ക് നോർമൽ ലൈഫ് ജീവിച്ചുകൂടെ, സ്മാർട്ടായിട്ട് ജീവിച്ചുകൂടെ, നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സ്മാർട്ടായിട്ടൊക്കെ നടന്നുകൂടെ എന്നുള്ള ഒരു ചിന്ത കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരുപാട് ബ്രസ്റ്റ് ഉള്ളവർ, അതുപോലെ തന്നെ ബട്ടക്സ് ഓവറായിട്ടുള്ളവർ, അവരും ഇതേപോലെ പലരും കളിയാക്കുന്നുണ്ട്. ബ്രസ്റ്റിൻ്റെ ഇതൊരു വലിയൊരു പ്രോബ്ലം ആണ്. ചിലർക്ക് പ്രത്യേകിച്ച് യാതൊരു കാരണം കൂടാതെ ചില സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ സൈസ് വളരെയധികം കൂടുന്നു. ഇത് കൂടുമ്പോഴുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്കുള്ളതിനേക്കാളും കാഴ്ച കുറേയൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കാരണം അവർക്ക് ബുദ്ധിമുട്ട് വരും. ഈ നെക്ക് പെയിൻ വരിക, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഭയങ്കര ടൈറ്റായിട്ട് ബ്രാ ഇടുമ്പോൾ ബ്രാ സ്ട്രാപ്പിൻ്റെ ഇവിടെ സ്കിന്നിലൊക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അടിയിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ വരിക. പിന്നെ ജനറലി വെയിറ്റ് കാരണം തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും ഈ ഭാരം ചുമന്ന് നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് പലർക്കും. അപ്പോൾ അത് ഈ ബ്രസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സർജറി ഉണ്ട്. ബ്രസ്റ്റ് സൈസ് കുറച്ച് അതിനെ ലിഫ്റ്റ് ചെയ്ത് നോർമൽ ഷേപ്പും സൈസും ഒക്കെ ആക്കി അതിനൊരു ഓപ്പറേഷൻ ഉണ്ട്. അതിലൂടെ ഭയങ്കര ഒരു ആശ്വാസം, ഇവർക്ക് തിരിച്ചൊരു ലൈഫ് പിന്നെയും തിരിച്ചൊരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത് കോസ്മെറ്റിക് സർജറി ആണ്, കാരണം നമ്മളതിൻ്റെ ഭംഗി കൂടെ നോക്കിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നവർ കോസ്മെറ്റിക് റീസൺ അല്ല, അവർക്ക് ഈ ഭാരം ഒന്ന് മാറി അവർക്ക് നോർമൽസിയിലേക്ക് ഒന്ന് എത്തണം. അതിനുവേണ്ടി വരുന്നവരാണ് ഏറ്റവും അധികം ഇത് വരുന്നത്. അതൊരു നല്ലൊരു സെഗ്മെന്റ് ആൾക്കാർ അതിന് വരുന്നുണ്ട്, ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ചു, ഇപ്പം ഏതെങ്കിലും ഭാഗത്ത് ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ വരും. പൊതുവേ വലിയ വണ്ണമില്ല, പക്ഷെ ഒരു ഭാഗത്ത് മാത്രമേ. ചിലർക്ക് കൈക്ക് വണ്ണം കൂടുതലുണ്ടാവും, ബാക്കി ബോഡിയൊന്നും കുഴപ്പമില്ല, പക്ഷെ കൈക്ക് വണ്ണം കൂടുതലാണ്. സ്ലീവ്ലെസ് ഒന്നും ഇടാൻ പറ്റില്ല, ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണും.
അല്ലെങ്കിൽ ബട്ടക് സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലരുടെ തൈസ് മാത്രം വല്ലാണ്ട് വലിപ്പം കൂടുതൽ വരുന്നു. അപ്പോൾ അവർക്കൊരു വിഷമമാണ്. ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ, ഞാൻ ട്രൈ ആവുന്ന മാക്സിമം നോക്കി വെയിറ്റ് കുറയ്ക്കാനായിട്ട്, ബോഡി എല്ലാം ജനറലി നല്ല ടോണിങ് ആണ്, പക്ഷേ ഈ ഒരു ഏരിയ മാത്രം ശരിയാവുന്നില്ല. അതവർ ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ഈ ലൈപ്പോസെക്ഷൻ ചെയ്താൽ ആക്സസ് ഈ കൂടുതലുള്ള ഫാറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് ഷേപ്പ് കറക്ഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഓക്കെ.